ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോണേന്നല്ലേ, ഞാനൊരു അടിപൊളി ഗുലാബ് ജാമുൻ്റെ ഒരു മിക്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ കയ്യിലൊന്നും പാക്കറ്റ് ഒന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു, അപ്പോൾ നമുക്ക് എടുത്ത് പെട്ടെന്ന് ഈ മിക്സ് ചെയ്ത് വെച്ചാലും ഫ്രിഡ്ജിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാം, ബോക്സിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം വന്നെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാം. അങ്ങനെയുള്ളൊരു ഗുലാബ് ജാമിൻ്റെ മിക്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ മിക്സ് എല്ലാം ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു കപ്പ്, ഒരു ചെറിയ കപ്പ് അളവിൽ, ഒരു ചെറിയ കപ്പിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങളിവിടെ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ കപ്പിലാണ് ഞാൻ എടുക്കുന്നത്. ഈ കപ്പാണ് ഞാൻ അളവായിട്ട് എടുത്തേക്കുന്നത്. ആ ഒരു കപ്പ് അളവിൽ 1 കപ്പ് മൈദ, 1 കപ്പ് മിൽക്ക് പൗഡർ, ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയാണ് ഞാൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് നമുക്ക് കൈകൊണ്ടാണെങ്കിലും ഒന്ന് നന്നായിട്ട് ഞെരടി മിക്സ് ആകുമ്പം ഇതിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്ത് കുറച്ചെടുത്തിട്ട് കുഴച്ച് അത് ഞാനിനി ഉടൻ തന്നെ കാണിച്ചു തരാം. നമുക്കത് ചെയ്യാൻ പോകാം. നമ്മൾ അതിലേക്ക് ആവശ്യമായ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ടുണ്ട്. ആ പാല് കുറേശ്ശെ ഒഴിച്ച് ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി കുഴച്ചിരിക്കുന്നു. ഇനി നമുക്കതിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് എടുത്ത്, വേണമെങ്കിൽ കയ്യിൽ ഉരുട്ടാനുള്ള ഇതിൽ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്താൽ ഉരുട്ടാൻ എളുപ്പത്തിന്. നമുക്ക് കുറച്ചുകൂടെ വേണം ചെറിയ ബോളാക്കാം. ഉരുട്ടാൻ എളുപ്പത്തിന് കയ്യിൽ വേണം ഒരു തരി എണ്ണ തടവാം. കുറച്ചുകൂടെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇച്ചിരി വലുതായി പോയി തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസായിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി വെച്ച് അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുലാബ് ജാമുനെല്ലാം നമ്മൾ ഉരുട്ടി വെച്ച ഗുലാബ് ജാമുനെല്ലാം കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഷുഗർ എടുത്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ച് ഒരു പാനി പരുവത്തിലാക്കി 2 ഏലക്കയും പൊട്ടിച്ചിട്ട് ഉണ്ടാക്കി എടുത്തുകൊണ്ട് വന്നേക്കുന്ന ഷുഗർ സിറപ്പാണിത്. ഷുഗർ സിറപ്പ്. ആ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഈ ഓരോ ബോൾസിനെ എടുത്ത് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സ് കിടന്ന് ഒന്ന് നന്നായിട്ട് സോക്കായി കഴിയുമ്പോൾ പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കേ.